പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൈറ്റ് തയ്യാറാക്കിയ ഓൺലൈൻ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമായ ഗൂഗിൾ സ്വീറ്റ് പ്ലാറ്റ്ഫോം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതിനായി നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സെർച്ച് ഏരിയയിൽ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. കേവലം 13 MB മാത്രം സൈസുള്ള ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് റൂം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നതിനായി ഓപ്പൺ ബട്ടൺ അമർത്തുക. ഇവിടെ നീല നിറത്തിൽ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡീഫോൾട്ടായി സെറ്റ് ചെയ്തിട്ടുള്ള ഇമെയിൽ ID നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് തൊട്ടു താഴെ കാണുന്ന ആഡ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് OK ബട്ടൺ പ്രസ് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ID ആഡ് ചെയ്യാനുള്ള അഥവാ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് കാണുന്നു. അവിടെ കൃത്യമായ ID ചേർക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള IDയുടെ ഫോർമാറ്റ് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് അഡ്മിഷൻ നമ്പർ @kiteschool.in എന്നുള്ളതാണ്. ID കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കുക. പാസ്വേഡിൻ്റെ ഫോർമാറ്റ് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ @H S അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. മെസ്സേജിന് താഴെ കാണുന്ന ആക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ പുതിയ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. 8ൽ കുറയാത്ത ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് കൺഫർമേഷന് വേണ്ടി ഒരു തവണയും കൂടി
ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം താഴെ നൽകിയിട്ടുള്ള നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് വന്ന വെൽക്കം മെസ്സേജിന് ചുവടെ നൽകിയിട്ടുള്ള ഐ എഗ്രി എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്, അതേപോലെ ഐ ആം എ ടീച്ചർ. നിങ്ങളൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മുകളിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ അധ്യാപകൻ തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ് റൂം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ള ജോയിൻ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജി സ്യൂട്ട് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മൊബൈൽ ഫോണിൽ നിർബന്ധമായും ഗൂഗിൾ ക്രോം ബ്രൗസർ, അതേപോലെ തന്നെ ജാംബോർഡ് ആപ്ലിക്കേഷൻ, ഗൂഗിൾ ക്ലാസ് റൂം ആപ്ലിക്കേഷൻ എന്നിവ നിർബന്ധമായും ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം. അതേപോലെ നിങ്ങളുടെ പാസ്വേഡ്, ID എന്നിവ മറ്റു വിദ്യാർത്ഥികൾക്ക് അറിയാതെ സൂക്ഷിക്കുകയും വേണം.